രാഹുകാലത്തെക്കുറിച്ച് കുറച്ച് ഒരു ഐഡിയ പറഞ്ഞു തരാനാണ് ഈ വീഡിയോ. അതായത് പൊതുവേ രാഹുകാലത്തെപ്പറ്റി വളരെയധികം പ്രചാരത്തിലുണ്ട്. നല്ല സമയമല്ല എന്നത്. തീർച്ചയായിട്ടും വിവാഹ കാര്യങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും ഒരു മംഗളകാര്യത്തിന് രാഹുകാലം നമ്മൾ എടുക്കാറില്ല. പക്ഷേ രാഹുകാലം കൊണ്ട് ഉപയോഗമുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ജാതകത്തിൽ രാഹു ഉപജയഭാവങ്ങളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി വളരെയധികം സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ധാർമ്മികതയോടുകൂടി നല്ല മനസ്സോടുകൂടി നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും അതുപോലെ നിങ്ങളോടുള്ള അസൂയക്കാരും ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മേലെ എപ്പോഴും തന്ത്രങ്ങൾ പ്രയോഗിച്ച് നിങ്ങൾക്ക് ഒരു തടസ്സം ഒബ്സ്റ്റക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാഹുകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് കണ്ടീഷൻ ഇതാണ്, രാഹു ഈ പറയുന്ന ഭാവങ്ങളിലായിരിക്കണം. രാഹു ഉപജയഭാവങ്ങളിൽ, പ്രത്യേകിച്ച് കർമ്മക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് രാഹു 10, 11 ഭാവങ്ങളിൽ, 6ാം ഭാവവും എടുക്കാം. പക്ഷേ ഈ ഭാവങ്ങൾ എന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഈ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഉള്ള മാർഗങ്ങൾ, തന്ത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ മേലധികാരിയോട് നടത്താനും നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ, ഇത് കൂടുതലായിട്ട് വുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ഫീൽഡുകളിലും അതുപോലെ എവിടെയൊക്കെ മോഡേൺ ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുവോ, നിങ്ങൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങളുടെ ദശ നിങ്ങൾക്ക് അനുകൂലമല്ല, അതുകൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈം എന്നത് രാഹുകാലമാണ്. ചെറിയ ഡിസിഷൻ എടുത്തു നോക്കാം, എന്നിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. രാഹു ഭാവത്തിൽ, അവിടെ രാശിയിലല്ല ഭാവത്തിലാണ്. ഭാവത്തിൽ പ്രത്യേകിച്ച് 10ാം ഭാവത്തിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഫലം കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഏത് കാര്യമാണോ കുഴപ്പിക്കുന്നത് ആ കാര്യം മേലധികാരിയോട് സംസാരിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നീക്കം നടത്തണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, നിങ്ങൾ ധാർമ്മികതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി പഠിച്ചു വന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, നല്ല ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, എന്ത് കാര്യത്തിൻ്റെയും ഉദ്ദേശശുദ്ധി മെയിനാണ്. നല്ല ഉദ്ദേശങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറുതെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നീക്കം ചെയ്യാനുള്ളൊരു വഴി എന്നത് നിങ്ങൾ രാഹുകാലത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, സംസാരിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റും കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള ഡിസ്കഷനൊക്കെ നടത്താനാണെങ്കിലും, അതായത് മറ്റുള്ളവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള സമയമാണ് രാഹുകാലം. ആ സമയത്ത് നിങ്ങളുടെ രാഹു സ്ട്രോങ് ആണെങ്കിൽ, നല്ല വിൽ പവറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അത് രാഹുകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ രാഹു ജാതകത്തിൽ സ്ട്രോങ് ആയിരിക്കണം. അതായത് രാഹു പെട്ടെന്ന് ഉയർച്ച തന്നിട്ട് അതേപോലെ താഴേക്കിടുന്ന ഗ്രഹം കൂടിയാണ് രാഹു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്നത്, അതായത് മറ്റൊരാളെ ജോലിയിൽ നിന്ന് പുറത്താക്കാനോ മറ്റൊരാൾക്ക് നഷ്ടം വരുത്താനോ ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തണം എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതേ രാഹു തന്നെ പിന്നീട് നിങ്ങളെ താഴെ ഇറക്കുന്നതായിരിക്കും. അതേസമയം ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി, അതായത് നിങ്ങളെ ഓഫീസ് പൊളിറ്റിക്സിൽ നിന്ന് വലയ്ക്കുകയാണ് ആൾക്കാർ. നിങ്ങളുടെ അധ്വാനത്തിനും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയും കാര്യങ്ങളും എല്ലാം ക്രെഡിറ്റ് മറ്റൊരാൾ എടുക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ, നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അതുപോലെ പരിഹാരങ്ങൾ ചെയ്യാൻ പോലും, നിങ്ങളൊരു സ്ഥലത്തേക്ക് ഡൊണേഷൻ കൊടുക്കുന്നത് പോലും ആ ഒരു സമയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് കേതു ഇരിക്കുന്നുണ്ട് എന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി എന്നത്. അതുകൊണ്ട് ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം. ഉദ്ദേശശുദ്ധിയിൽ നമ്മുടെ സെൽഫായിട്ടുള്ള ബെനിഫിറ്റ് മാത്രമായിരിക്കരുത്. ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതിൽ ആർക്കും നഷ്ടം വരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ എൻ്റെ ആത്മരക്ഷയ്ക്കാണ്. എന്നെ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന എന്നെ ആൾക്കാർ ഉപദ്രവിക്കുന്നു, അതിൽ നിന്ന് എനിക്ക് രക്ഷ വേണം. അങ്ങനെയുള്ളൊരു വലിയ പരിഹാരമാണ് ഈ ഒരു സമയത്ത്. ആ സമയത്തുള്ള ദാനധർമ്മങ്ങളാണെങ്കിലും, ഒരു രാഹുകാല സമയത്ത് കാലഭൈരവഷ്ടകം ജപിക്കുന്നത്, കേൾക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഈ ഒപ്പോണൻസിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള സമയങ്ങളാണ്. പക്ഷേ അത് നെഗറ്റീവായ രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിനയായിത്തീരും. അത് ഞാൻ എടുത്തു പറയാം. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർക്ക് രാഹു മഹാദശയിലൂടെയും അന്തർദശകളിലൂടെയും കടന്നു പോകുമ്പോൾ വെല്ലുവിളികൾ നേരിടാറുണ്ട്. ആത്മാർത്ഥതയുള്ളവർക്ക് വളരെയധികം ചാലഞ്ചസ് കൊണ്ടു കൊടുക്കാറുണ്ട് രാഹു. പക്ഷേ ഈ കലിയുഗത്തിൽ
ഇദ്ദേഹത്തിൻ്റെ തന്നെ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. രാഹുവിൻ്റെ തന്നെ സമയമാണ് രാഹുകാലം. ആ സമയം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നമ്മുടെ നിലനിൽപ്പിനും അതുപോലെ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും വരാതിരിക്കാനും, മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലും നഷ്ടം വരാൻ പാടില്ല, നിങ്ങളോടുള്ള ശത്രുത അകറ്റാനായിട്ടെന്ന് വിചാരിക്കുക. നിങ്ങളോടുള്ള ശത്രുത അകറ്റിയിട്ട് നിങ്ങളെ ഒരു സേഫ് സോണിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് സബ്മിഷൻ ആയിക്കോട്ടെ, ഒരു പ്രധാനപ്പെട്ട മെയിൽ അയക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, ഒരു പക്ഷേ വേറൊരു സമയത്ത് അയച്ചാൽ നിങ്ങളുടെ മേലധികാരി കുറച്ച് ഒഫൻഡഡ് ആവുന്ന ഒരു കാര്യമാണെങ്കിൽ ഈ സമയം ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ആ മെയിൽ അയക്കാനായിട്ട്. അതായത് ഏത് കാര്യത്തിനും ഇങ്ങനെയുള്ള സമയം നിങ്ങൾക്കത് ബെനിഫിഷ്യലാണ്. പക്ഷേ ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രാഹു കുംഭത്തിലാണുള്ളതെങ്കിൽ ശനിയാഴ്ചത്തെ രാഹുകാലം നോക്കുക, രാഹു ശുക്രൻ്റെ രാശികളിലാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നോക്കുക, രാഹു ചൊവ്വയുടെ രാശികളിലാണെങ്കിൽ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നോക്കുക. അങ്ങനെ ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലുണ്ടോ ആ ആഴ്ചയിൽ രാഹുകാലം സമയത്ത് നിങ്ങൾ ആ പ്രധാനപ്പെട്ട ജോലി, നിങ്ങൾക്ക് അസാധ്യമാണെന്ന്, സക്സസ് കിട്ടാൻ അസാധ്യമാണ് തോന്നുന്ന ആ ജോലി ചെയ്യാൻ ആ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്കുള്ളതാണ്. ഈ ഒരു ചെറിയ ഇൻഫർമേഷനാണ്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.